തെക്കൻ ജില്ലകളിൽ തിരുവനന്തപുരത്ത് ബി.ജെ.പി ഏറ്റവും അധികം പ്രതീക്ഷ വെക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് കഴക്കൂട്ടം നിയോജക മണ്ഡലം. കഴക്കൂട്ടത്തെ പോളിംഗ് പെർസെന്റേജുമായി ബന്ധപ്പെട്ട കണക്കുകളൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാണ്. വി മുരളീധരനും കടകംപള്ളി സുരേന്ദ്രനും ശരത്ചന്ദ്ര പ്രസാദും നേരിട്ട് ഏറ്റുമുട്ടിയ കഴക്കൂട്ടത്ത് കാര്യങ്ങൾ കൃത്യമായി അനുകൂലമായി എത്തും എന്നുള്ള ആത്മവിശ്വാസമാണ് ബി.ജെ.പിക്കുള്ളത്. കഴിഞ്ഞ ദിവസം ബി.ജെ.പിയുടെ കോർ കമ്മിറ്റി യോഗം ചേർന്ന് എങ്ങനെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് നടന്നത് എന്ന കാര്യത്തിലൊക്കെ ഒരു ഏകദേശ വിലയിരുത്തൽ നടത്തുമ്പോൾ അവര് നേരത്തെ അവകാശപ്പെട്ടിരുന്ന 20 സീറ്റുകൾ എന്നൊക്കെയുള്ള ഒരു അവകാശവാദമൊക്കെ ഉപേക്ഷിച്ച് 5 മുതൽ 7 വരെ സീറ്റുകളിൽ തങ്ങൾ വിജയിക്കും എന്ന രീതിയിലേക്ക് അവരുടെ അവകാശവാദം ചുരുങ്ങുന്നതാണ് നമ്മൾ കണ്ടത്. പക്ഷെ അവിടെ ശക്തമായ ബി.ജെ.പി പ്രതീക്ഷയർപ്പിക്കുന്ന മണ്ഡലമായി കഴക്കൂട്ടം തുടരുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥിയായിരുന്ന മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ കൃത്യമായിട്ടുള്ള ചില നിലപാടുകൾ പറയുന്നുണ്ട്. കഴക്കൂട്ടത്ത് ഭരണവിരുദ്ധ വികാരം പ്രതിഫലിച്ചു എന്നാണ് വി മുരളീധരൻ പറയുന്നത്. ക്രിസ്ത്യൻ വോട്ട് ബാങ്കുകളെ ലക്ഷ്യമിട്ടിരുന്ന ബി.ജെ.പിക്ക് വലിയ തിരിച്ചടിയായി എന്ന് കരുതപ്പെടുന്ന കാര്യങ്ങൾ കഴക്കൂട്ടം മണ്ഡലത്തിൽ ഏശിയിട്ടില്ല എന്നാണ് വി മുരളീധരൻ പറയുന്നത്. കഴക്കൂട്ടത്ത് കൃത്യമായി ബി.ജെ.പിക്ക് അനുകൂലമായി നിലപാടെടുത്ത ക്രിസ്ത്യൻ സഭാംഗങ്ങൾ ഉണ്ടെന്നും മറ്റു വിഷയങ്ങൾ ഇപ്പോ തന്റെ പരിഗണനയിലില്ല എന്നും അതിനെക്കുറിച്ച് വ്യക്തമായി അറിയില്ല എന്നും വി മുരളീധരൻ പറയുകയും ചെയ്യുന്നുണ്ട്. കഴക്കൂട്ടത്തെ UDF സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിലാണ് ശരത്ചന്ദ്ര പ്രസാദ് സജീവമായതെന്നും കോൺഗ്രസ് ഉണർന്ന് പ്രവർത്തിച്ചതെന്നും എങ്ങനെയാണ് ആ വോട്ട് പാറ്റേൺ വരുന്നതെന്ന ആകാംക്ഷയാണ് തനിക്കുള്ളതെന്നും വി മുരളീധരൻ പറയുന്നുണ്ട്. അപ്പൊ കഴിഞ്ഞ തവണ 2021 നേടിയ 30,000 വോട്ടുകൾ കൃത്യമായി കോൺഗ്രസ് നേടുകയാണെങ്കിൽ വിജയം ഇക്കുറി ബി.ജെ.പിക്കൊപ്പം നിൽക്കും എന്നാണ് വി മുരളീധരന്റെ കണക്കുകൂട്ടൽ. എന്നാൽ 30,000 വോട്ടുകൾക്ക് താഴെയാണ് കോൺഗ്രസ് നേടുന്നതെങ്കിൽ ഫലം പ്രവചനാതീതമാകും എന്നാണ് ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി NDAയുടെ സ്ഥാനാർത്ഥി വ്യക്തമാക്കുന്നത്. ഇത്തവണയും കഴക്കൂട്ടത്ത് LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രന്റെ കപടത്വം ജനങ്ങൾ തിരിച്ചറിഞ്ഞു എന്നും കടകംപള്ളി ഏറ്റവും ഒടുവിൽ ഭദ്രകാളിയെയും അയ്യപ്പനെയും ഒക്കെ കൂട്ടുപിടിച്ച് ഭക്തനാണ്, വിശ്വാസിയാണ് എന്ന് തെളിയിക്കാൻ നടത്തിയ ശ്രമങ്ങൾ യഥാർത്ഥത്തിൽ ജനങ്ങൾ അതിന്റെ പൊള്ളത്തരം മനസ്സിലാക്കി എന്നുമാണ് വി മുരളീധരൻ പറയുന്നത്. വിശ്വാസിയാവുക, ഭക്തനാവുക എന്നൊക്കെ പറയുന്നത് ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ എപ്പോഴാണ് ഈ ഭക്തിയും വിശ്വാസവും കടകംപള്ളിക്ക് വന്നത് എന്നുള്ളത് ജനങ്ങൾ കൃത്യമായി തിരിച്ചറിയും. അത് ഏപ്രിൽ മാസം അടുപ്പിച്ചാണ്, വോട്ടെടുപ്പ് അടുപ്പിച്ചാണ് കടകംപള്ളിക്ക് വന്നതെന്ന് വി മുരളീധരൻ പറയുന്നു. മാത്രമല്ല, ക്ഷേത്രങ്ങളിൽ പോയി തൊഴാതെ ഇരിക്കുക, തീർത്ഥം നിലത്ത് കളയുന്ന രീതിയിലുള്ള നീക്കങ്ങൾ നടത്തുക, ഇതൊക്കെ വിശ്വാസികൾ തിരിച്ചറിയുമെന്നും വിശ്വാസികൾ കൃത്യമായി ഇത്തരം ഇരട്ടത്താപ്പുകളും പൊള്ളത്തരവും മനസ്സിലാക്കുമെന്നും ശബരിമല വിഷയം കൃത്യമായി മണ്ഡലത്തിൽ പ്രതിഫലിക്കും എന്നതടക്കമാണ് ബി.ജെ.പി സ്ഥാനാർത്ഥിയുടെ കണക്കുകൂട്ടൽ. ബി.ജെ.പി കോർ കമ്മിറ്റി കഴക്കൂട്ടത്ത് അടിയുറച്ച വിശ്വാസമാണ് നൽകുന്നത്. പക്ഷെ ന്യൂനപക്ഷ വോട്ട് ബാങ്കുകൾ തീരദേശങ്ങളിലടക്കം നിർണായകമാകുന്ന കഴക്കൂട്ടത്ത് അവിടെ ഏകീകരിക്കപ്പെട്ട വോട്ട് കൃത്യമായി ഒരു വശത്തേക്ക് ഒഴുകി എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ നമ്മൾ മുൻപൊരു വീഡിയോയിൽ പങ്കുവച്ചതാണ്. അങ്ങനെയൊക്കെ വന്നാൽ തീർത്തും പ്രതീക്ഷിക്കാത്ത ഫലങ്ങളും കഴക്കൂട്ടത്ത് പ്രതീക്ഷിക്കാമെന്നുള്ളതാണ്. എന്തായാലും മെയ് 4 അടുക്കുമ്പോഴും അവ്യക്തമായി പ്രവചനാതീതമാകുന്ന പശ്ചാത്തലമാണ് കഴക്കൂട്ടം ഇപ്പോഴും നമുക്ക് നൽകുന്നതെന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകളെല്ലാം തന്നെ വ്യക്തമാക്കുന്നത്. മണ്ഡലങ്ങളിലൂടെ സപ്പോർട്ടഡ് ബൈ സത്വ ആയുർവേദിക്.